അടുത്ത എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്ക്വയർ ഓഫ് എ നമ്പറാണ്. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത് റൈറ്റ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ് പ്രോഗ്രാം ടു ഫൈൻഡ് ദ സ്ക്വയർ ഓഫ് ദ നമ്പർ സ്റ്റോർഡ് ഇൻ ദ എക്സ്റ്റേണൽ മെമ്മറി ലൊക്കേഷൻ 4200H. Store the result in the external memory location 4201 and 4202. Write the assembly listing, enter the program or hex code in 8051 microcontroller kit and execute the program and show the result. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ആകെ ഒരു സ്ക്വയർ ആണെങ്കിൽ ആകെ ഒരു നമ്പർ മതി. ആ നമ്പർ 4200 എന്ന ലൊക്കേഷനിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. അതിൽ നിന്ന് എടുത്തിട്ട് അതിനെ സ്ക്വയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ നമ്പർ കൊണ്ട് തന്നെ ഗുണിക്കുക, മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്കതിൻ്റെ സ്ക്വയർ കിട്ടും. അപ്പോൾ ഈ പ്രോബ്ലം എങ്ങനെയാണെന്ന് നോക്കാം. ഫസ്റ്റ് എല്ലാ പ്രോഗ്രാം തുടങ്ങുന്നത് പോലെ തന്നെ ഫസ്റ്റ് എല്ലാ പ്രോഗ്രാം ചെയ്ത് തുടങ്ങണമെന്ന് തന്നെ ഒറിജിനാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. ഇതിൽ ഒറിജിൻ 4300Hലാണ് സ്റ്റാർട്ട് ചെയ്യണത്. അത് കഴിഞ്ഞ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 4200 അതിലാണ് നമ്മൾ ഡേറ്റ കൊടുക്കേണ്ടത്. സ്ക്വയർ ചെയ്യാനുള്ള ഡേറ്റ 4200ലാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന് DPTR വെച്ചിട്ടാണ് നമ്മൾ ആക്സസ് ചെയ്യണത്. ഇത് അഡ്രസ് ലൊക്കേഷനാണെന്ന് വിചാരിക്കുക. ഇതാണ് എക്സ്റ്റേണൽ മെമ്മറിയാണ്. എക്സ്റ്റേണൽ മെമ്മറി ഇതിൽ 4200 4201 4202 4203 ഇങ്ങനെയാണ് വരുന്നത്. എക്സ്റ്റേണൽ മെമ്മറിയുടെ അഡ്രസ്സാണിത്. ഇത് ലൊക്കേഷൻ. ഇതിൻ്റെ ഉള്ളിലാണ്, ഇത് രജിസ്റ്ററാണ്. ഇതിൻ്റെ ഉള്ളിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വയ്ക്കുക. രജിസ്റ്റർ 8-bit രജിസ്റ്റർ ആയിരിക്കും. അതിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വയ്ക്കും, ബൈനറി ആയിട്ട് സ്റ്റോർ ചെയ്യും. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് മൂവ് DPTR #4200. അതായത് 4200 എന്നൊരു നമ്പർ ഇത് കൂടി കൊടുക്കാം കേട്ടോ, അതായിരിക്കും കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ ഹെക്സാഡെസിമൽ നമ്പറായിട്ട് തന്നെ നമുക്ക് ലൊക്കേഷൻ കിടന്നോട്ടെ. അല്ലെങ്കിൽ ഇത് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇത് ഡെസിമലായിട്ട് എടുക്കും. അപ്പോൾ ഡെസിമൽ വാല്യൂ ആയിരിക്കും നമുക്ക് എന്നിട്ട് സിമുലേറ്ററിൽ ലൊക്കേഷൻ കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. 4200H തന്നെ എഴുതാം. അത് കഴിഞ്ഞിട്ട് ഈ 4200H DPTRലേക്ക് കൊടുക്കുകയാണ്. അപ്പോൾ DPTR പോയിൻ്റ് ചെയ്യും, 4200 പോയിൻ്റ് ചെയ്യും. പോയിൻ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ അഡ്രസ് ലൊക്കേഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ അടുത്ത DPTR അഡ്രസ് ലൊക്കേഷനിൽ വന്ന് നിൽക്കും. അപ്പോൾ അടുത്ത ഇൻസ്ട്രക്ഷൻ കോൾ ചെയ്യുമ്പോൾ DPTR move x a, @DPTR. അപ്പോൾ DPTRലുള്ള സംഗതി ഡാറ്റ എയിലേക്ക് മാറും. അപ്പോൾ DPTRൽ ഒരു ഡാറ്റ കൊടുക്കുകയാണ് നമ്മൾ. ഇപ്പോൾ ഏകദേശം ഒരു FF അല്ലെങ്കിൽ 09 കൊടുക്കാമെന്ന് വിചാരിക്കുക. 09. ഇപ്പോൾ 09 നമ്മൾ കൊടുത്തിട്ടുള്ളത്. എൻ്റർ ചെയ്ത് കൊടുത്ത് 09 ആണെങ്കിൽ നമ്മൾ ഹെക്സിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ സ്ക്വയർ കാണുമ്പോൾ 09 × 09 വരും. അപ്പോൾ എക്സിൻ്റെ അതിൻ്റെ ഇക്വലൻ്റ് 51 ആണ് വരിക. 2F കൊടുത്താകാം. 2F × 2F 8A1 എന്ന് കിട്ടും. 2F സ്ക്വയർ എന്ന് പറയുമ്പോൾ 08A1 എന്നാണ് കിട്ടുക. അപ്പോൾ നമുക്ക് 2F കൊടുത്ത് നോക്കാം. അപ്പോൾ ഇത് ഒരു 16-bit നമ്പറായിട്ട് കിട്ടുമല്ലോ. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. ലൊക്കേഷൻ 4200ൽ 2F കൊടുത്തു. അത് കഴിഞ്ഞിട്ട് അടുത്ത ഇൻസ്ട്രക്ഷൻ കോൾ ചെയ്യാണ്. മൂവ് A, B. ഈ മൂവ് A, B എപ്പോഴും ഈ B രജിസ്റ്റർ വേണം. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും എപ്പോഴും നമ്മുടെ 8051 B രജിസ്റ്റർ ആവശ്യമുണ്ട്. B രജിസ്റ്റർ ഇല്ലാണ്ട് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാനോ ഡിവിഷൻ ചെയ്യാനോ പറ്റില്ല. പിന്നെ അത് മാത്രമല്ല, ബിയിലേക്ക് നമുക്ക് ഡയറക്റ്റായിട്ട് ഒരു രജിസ്റ്ററിൽ നിന്ന് ഡയറക്റ്റ് ഡാറ്റാസ് എടുക്കാൻ പറ്റില്ല. എന്ന് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഈ ഡയറക്റ്റ് ആക്സസ് എപ്പോഴും എക്ക് മാത്രമേ ഉള്ളൂ, ബി ആയിട്ട്. അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഡയറക്റ്റ് മൂവ് എക്സ് എക്ക് വരും ബി കൊടുത്തിട്ട് DPTR കൊടുത്തു കഴിഞ്ഞാൽ ഡയറക്റ്റ് ബിയിലേക്ക് വന്ന് എടുക്കും. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റില്ല. ബി രജിസ്റ്റർ എപ്പോഴും എയിൽ നിന്ന് റീഡ് ചെയ്യാനും എയിലേക്ക് റൈറ്റ് ചെയ്യാനും മാത്രമേ പറ്റുള്ളൂ.
അതുകൊണ്ടാണ് ഈ ബി രജിസ്റ്റർ എപ്പോഴും ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അപ്പോൾ ഈ എയിലും ബിയിലും ഒരേ നമ്പറായി. ഈ ഇൻസ്ട്രക്ഷൻ റൺ ചെയ്യുമ്പോൾ DPTR എയിലേക്ക് DPTRലുള്ള കണ്ടൻറ്റ് അക്യുമുലേറ്ററിലേക്ക് വന്നു. അപ്പോൾ അക്യുമുലേറ്ററിൽ വരുന്നത് ഏതായിരുന്നു? 2F ആയിരുന്നു. അത് കഴിഞ്ഞ് അടുത്ത ഇൻസ്ട്രക്ഷൻ റൺ ചെയ്തപ്പോൾ മൂവ് B, A റൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്തുണ്ടായി? എയിലുള്ളത് ബിയിലേക്ക് കോപ്പി ചെയ്തു. അപ്പോൾ എയിലുള്ളത് 2F ആയിരുന്നു, 2F വന്നു. ബിയിലും 2F ചെയ്തു. ഇനി മൾട്ടിപ്ലിക്കേഷൻ കമാൻഡാണ്, ഇൻസ്ട്രക്ഷനാണ് മൾട്ടിപ്ലിക്കേഷൻ AB കൊടുക്കുകയാണ്. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ അക്യുമുലേറ്ററിൽ അപ്പോൾ ഇത് രണ്ടും മാറും. ഇതിൻ്റെ ഡാറ്റാസ് മാറിയിട്ട് അക്യുമുലേറ്ററിലേക്ക് LSB വരും, ബി രജിസ്റ്ററിൽ MSB വരും. അതായത് ഇപ്പോൾ ഇതിൻ്റെ ആൻസർ നമ്മൾ കാൽക്കുലേറ്റർ ചെയ്ത് നോക്കിയപ്പോൾ 08 A1 ആണല്ലോ. അപ്പോൾ A1 അക്യുമുലേറ്ററിലേക്ക് വരും, 08 ബിയിൽ വരും, ഇങ്ങനെ വരും. ഇപ്പം ഇങ്ങനെയാണ് നിലവിൽ ഇത്രയും ഈ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തപ്പോൾ വരെ നടന്നത്. ഇനി അടുത്തത് ഇൻക്രിമെൻ്റ് ചെയ്യണം. അതായത് INC DPTRൻ്റെ വാല്യൂ ഇപ്പോൾ 4200 ആയിരുന്നു, 4200 ആയിരുന്നു. അപ്പോൾ ഒന്ന് ഇൻക്രിമെൻ്റ് ചെയ്ത് കഴിയുമ്പോൾ 4201 ആവും. ഇൻക്രിമെൻ്റ് ചെയ്തു. അപ്പോൾ ഇൻക്രിമെൻ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് @DPTR ആ അഡ്രസ്സിലുള്ള ലൊക്കേഷനുള്ള കണ്ടൻറ്റ് എയിലുള്ള കണ്ടൻറ്റ് ഇതിനകത്തേക്ക് മാറ്റാണ്. എയിലുള്ള കണ്ടൻറ്റ് ഈ DPTR വഴി തന്ന അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്, ആ അഡ്രസ്സിൻ്റെ ലൊക്കേഷനിലേക്ക് മാറ്റാണ്. അപ്പോൾ എയിലുള്ള കണ്ടൻറ്റ് ആ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ 4201 അപ്പോൾ ഏതാ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ A1 അവിടേക്ക് പോകും. ഇത് അക്യുമുലേറ്ററുള്ളത് എയിലുള്ളത് A1 ഇവിടേക്ക് കോപ്പി ആവും. അക്യുമുലേറ്ററിൽ A1 തന്നെ കിടക്കും. കോപ്പി ആവുള്ളൂ, മൂവ് ആവില്ല. പിന്നെ മൂവ് A, B. അപ്പോൾ ബിയിലുള്ളത് എയിലേക്ക് മാറും. അപ്പോൾ ബിയിൽ ഈ നിലവിൽ എന്താ ഉള്ളത്? 08 ആണ്. ഈ 08 എയിലേക്ക് മാറും. അപ്പോൾ ഇവിടെ 08 ആവും. ഇപ്പോൾ രണ്ടിലും 08 ആയി. ഇനി ഇൻക്രിമെൻ്റ് DPTR ചെയ്യുമ്പോൾ 4202 വരും. ഇനി മൂവ് DPTR എയിലുള്ളത് 4202 അഡ്രസ്സിലുള്ള ലൊക്കേഷനിലേക്ക് മാറ്റാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ 08 വരും. 08 അവിടെ മാറി. ഇത്രയേ ഉള്ളൂ പ്രോഗ്രാം. ഇത്രയും ചെയ്ത് കഴിയുമ്പോഴേക്കും കംപ്ലീറ്റ് ആവും. പിന്നെ ഇത് പ്രോഗ്രാം സ്റ്റോപ്പ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൂപ്പാണ്. നേരത്തെ പറഞ്ഞോണം ഒരു ലൂപ്പാണ്. ഈ ലൂപ്പിൽ നിന്ന് പുറത്തെടുക്കാൻ പറ്റില്ല. ഈ ലൂപ്പിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ ലൂപ്പിൽ പുറത്തേക്ക് കിടക്കണമെങ്കിൽ മൈക്രോ കൺട്രോളർ റീസ്റ്റാർട്ട് ചെയ്യണം. റീസെറ്റ് ചെയ്താൽ മാത്രമാണ് ഇതിൻ്റെ പുറത്തെടുക്കുള്ളൂ. അപ്പോൾ അത്രയും സമയം മൈക്രോ കൺട്രോളർ ഓൺ ആയിരിക്കണം. അത്രയും സമയം ഈ ലൂപ്പിൽ നിന്ന് പുറത്തെടുക്കാണ്ട് ഇതിൽ തന്നെ ഇൻസ്ട്രക്ഷൻസ് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഓരോ ക്ലോക്ക് പൾസിലും ഈ ഇൻസ്ട്രക്ഷൻ മാത്രം റൺ ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെ അത് കഴിഞ്ഞിട്ട് എൻഡ് എന്നുള്ളത് നമ്മൾ പ്രോഗ്രാമിൽ എഴുതുന്ന ഒരു സിൻടാക്സ് ആണ്. സിൻടാക്സ് കറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അങ്ങനെ എഴുതും. അതായത് കമ്പൈലറിന് മനസ്സിലാക്കുകയാണ് അത് കഴിഞ്ഞാൽ പിന്നെ എൻഡാണ്, വേറെ ഒന്നുമില്ല. അത് ഓൾറെഡി പ്രോഗ്രാം കമ്പയർ ചെയ്യുന്ന സമയത്ത് തന്നെ ബിഗിനും ഒറിജിനും എൻഡും ഉണ്ടോ എന്ന് നോക്കും. ഇത് സിമ്പിളായിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. ഇതിൽ ഇപ്പോൾ നമ്മൾ ആ ലൊക്കേഷനിൽ പോയി ഓപ്പൺ ചെയ്ത് നോക്കിയാലാണ് KL ഇത് ചെയ്യണം. ആദ്യം KL ചെയ്തിട്ട് ഈ ലൊക്കേഷനിൽ പോയിട്ട് ഓപ്പൺ ചെയ്ത് നോക്കണം. ഈ നമ്പേഴ്സ് കൊടുക്കാനും അതുപോലെ തന്നെ KL തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. അത് വേണമെങ്കിൽ ഒന്ന് നോക്കാം. ഓക്കെ, ഇപ്പോൾ KL നമ്മൾ പ്രോഗ്രാം ചെയ്യാൻ ആദ്യം തന്നെ KL മൈക്രോവിഷൻ ഓപ്പൺ ചെയ്യാം. KL മൈക്രോവിഷൻ ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രീവിയസ് ചെയ്തൊരു എക്സ്പെരിമെൻ്റ് ആയിരിക്കും വന്ന് കിടക്കുന്നുണ്ടാവുക. അപ്പോൾ പുതിയത് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പ്രോജക്റ്റ് എടുക്കുക, ന്യൂ മൈക്രോവിഷൻ പ്രോജക്റ്റ് എടുക്കുക, ഒരു പ്രോജക്റ്റിന് ഒരു പേര് കൊടുക്കുക, സ്ക്വയർ എന്ന് കൊടുക്കുക, സ്ക്വയർ ഓഫ് എ നമ്പർ എന്തെങ്കിലും കൊടുക്കുക, പേര് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് അടുത്ത പോപ്പപ്പ് ചെയ്ത് വരുന്ന വിൻഡോയിൽ
നമ്മൾ കൊടുക്കാൻ പോകുന്ന മൈക്രോ കൺട്രോളറിൻ്റെ പേര് എഴുതാം. 89S52 89S52. ആ മൈക്രോ കൺട്രോളർ സെലക്ട് ചെയ്ത് കൊടുക്കുക. നോ അടിക്കുക. ടാർഗറ്റിൽ പോവുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓപ്ഷൻ സെലക്ട് ചെയ്യുക. മൈക്രോ കൺട്രോളറിൻ്റെ ക്രിസ്റ്റലിൻ്റെ ഫ്രീക്വൻസി കൊടുക്കുക 11.0592. പിന്നെ അടുത്ത് ഔട്ട്പുട്ടിൽ പോവുക. ഹെക്സ് ക്രിയേറ്റ് ചെയ്യാൻ കൊടുക്കുക. ഓക്കെ അടിക്കുക. ഇനി ടാർഗറ്റ് സോഴ്സ് ഗ്രൂപ്പിൽ പോവുക. റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ആഡ് ന്യൂ ഐറ്റം സോഴ്സ് ഗ്രൂപ്പിൽ കൊടുക്കുക. ASM ഫയൽ സെലക്ട് ചെയ്യുക. ഒരു പേര് കൊടുക്കുക. സ്ക്വയർ 1 or 2 എന്തുകൊണ്ടും കൊടുക്കാം. സെയിം പേര് കൊടുത്താലും ഓക്കെയാണ്. അത് കഴിഞ്ഞിട്ട് ആഡ് ചെയ്യുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്യുക. പ്രോഗ്രാം ടൈപ്പ് ചെയ്യുമ്പോൾ ആദ്യം തന്നെ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ട് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ നല്ല. ക്യാപ്സ് ലോക്ക് ഓൺ അല്ലെങ്കിലും വർക്ക് ചെയ്യും. പക്ഷേ ക്യാപ്സ് ലോക്ക് ഓൺ ചെയ്തിട്ടാണെങ്കിൽ കുറച്ച് ഭംഗിയുണ്ടാവും. അപ്പോൾ ആദ്യം തന്നെ ഒറിജിൻ സെറ്റ് ചെയ്യുക. ORG 4300H. പിന്നെ MOV DPTR ഹാഷ് 4200H. 4200H നമ്മൾ അഡ്രസ്സ് കൊടുക്കുന്നത്. MOVX എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യുക. DPTRയുടെ പോയിൻ്റ് ചെയ്തിട്ടുള്ളതിൻ്റെ മെമ്മറി ലൊക്കേഷനുള്ള സംഗതി ഡാറ്റ DPTR രജിസ്റ്റർ അക്യുമുലേറ്ററിലേക്ക് മാറ്റാം. അക്യുമുലേറ്ററിനെ രജിസ്റ്റർ ചെയ്യുന്നു പറയാം. അടുത്തത് മൂവ് ചെയ്യുക. MOV ബിയിലേക്ക് മൂവ് ചെയ്യുക. അക്യുമുലേറ്റർ ബിയിലേക്ക് മൂവ് ചെയ്യുക. അക്യുമുലേറ്ററിലുള്ള കണ്ടൻറ്റ് ബിയിലേക്ക് മൂവ് ചെയ്യുക. പിന്നെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക. അപ്പോൾ എയിലും ബിയിലും ആയി സെയിം നമ്പർ തന്നെ. മൾട്ടിപ്ലിക്കേഷൻ AB. കുത്തും കൊമ്പിയൊന്നുമില്ല. AB തന്നെ എഴുതാം. പിന്നെ ഇൻക്രിമെൻ്റ് ചെയ്യുക. DPTR ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് മൂവ് ചെയ്യുക. MOVX @DPTR അതിലുള്ളത് DPTRലേക്ക് മാറ്റാം. പിന്നെ MOV A, ബിയിലുള്ളത് എയിലേക്ക് മാറ്റാം. ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്യുക. DPTR ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് MOVX DPTRയുടെ DPTRൻ്റെ അഡ്രസ്സിലേക്ക് അഡ്രസ്സിൻ്റെ ലൊക്കേഷനിലേക്ക് എയിലുള്ളത് മാറ്റാം. എയിലുള്ള രജിസ്റ്ററിലുള്ളത് അഡ്രസ്സിൻ്റെ ലൊക്കേഷനിലേക്ക് മാറ്റാം. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പ്രോഗ്രാം കഴിഞ്ഞു. ഇനി ഇത് ചെയ്യാം. നമുക്ക് ലൂപ്പ് കൊടുക്കാം. ഒരു ലൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു ലൂപ്പ് കൊടുക്കുക. ലൂപ്പിൽ നിന്ന് പുറത്ത് ചാടാൻ പാടില്ല. ഒരു ജമ്പ് അൺകണ്ടീഷണൽ ജമ്പ് കൊടുത്തിട്ടാണ് ഹോൾട്ട് തന്നെ കൊടുക്കുക. എൻഡ് ചെയ്യുക. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രോഗ്രാം തീരും. ഇനിയൊന്ന് സേവ് ചെയ്യുക. അത് കഴിഞ്ഞിട്ടൊന്ന് കമ്പൈൽ ചെയ്ത് നോക്കാം. ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കാം. എററൊന്നും വന്നിട്ടില്ല. എറർ ഉണ്ടെങ്കിൽ ഇവിടെ കാണാൻ പറ്റും. എറർ വന്നിട്ടില്ല. അത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്യാം. ഇപ്പോൾ പ്രോഗ്രാം ബിൽഡ് ചെയ്തു. ഇനി ഇത് നമുക്ക് ഡീബഗ് ചെയ്ത് റൺ ചെയ്ത് നോക്കാം. ഡീബഗ് ഇവിടെ ഉണ്ട്. ഡീബഗ് ടൂൾ ഓപ്പൺ ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമ്മുടെ മെമ്മറി ലൊക്കേഷൻ ഇവിടെ എടുക്കുക. അത് എക്സ്റ്റേണൽ മെമ്മറിയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എക്സ് എന്ന് കൊടുക്കണം. എക്സ്റ്റേണൽ മെമ്മറി ആക്സസ് ചെയ്യാൻ X : നമ്മൾ 4200 കൊടുക്കാൻ പോകുന്നത്. 4200 കൊടുക്കുക. എൻ്റർ ചെയ്യുക. ഫസ്റ്റ് നമ്പർ കൊടുക്കുക. ആ നമ്പർ ഏതായിരുന്നു? ആ നമ്പർ കൊടുക്കുക. ഏതെങ്കിലും നമ്പർ കൊടുക്കുക. 2F ആണോ? ആയിരുന്നു തോന്നുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണം? അത് കഴിഞ്ഞ് റീസെറ്റ് ചെയ്യുക. റൺ ചെയ്ത് നോക്കുക. ഓ 4200 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് കൊടുക്കാൻ പറ്റില്ല കേട്ടോ. 4200 റീഡ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് 4100 ആക്കാം. സിമുലേറ്ററിൽ ചില പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അതങ്ങനെ വന്നത്. അപ്പോൾ ഇത് ഇവാലുവേഷൻ മോഡാണല്ലോ. മറ്റേ ഇവാലുവേഷൻ സോഫ്റ്റ്വെയർ, അതായത് നമ്മൾ ഒറിജിനലല്ല,
ഇത് എഡ്യൂക്കേഷൻ പർപ്പസിന് അവർ റിലീസ് ചെയ്തിട്ടുള്ളൊരു സോഫ്റ്റ്വെയർ, ട്രയൽ വെർഷൻ എന്ന് വേണമെങ്കിൽ പറയാം. 4100 കൊടുക്കാം, ചെയ്ത് നോക്കാം. $4200 കൊടുക്കുക, ചെയ്യുക, കൊടുത്തു നോക്കാം. 2F റീസെറ്റ് റൺ ചെയ്ത് നോക്കാം. വിഷയം അവിടെ അല്ല, ഒറിജിനാണ്. ഒറിജിൻ 00 കൊടുക്കണം. സേവ് ചെയ്യുക, റീസെറ്റ് ചെയ്യുക, റൺ ചെയ്യുക. ഒന്നത് അങ്ങനെ ഡയറക്റ്റ് ചെയ്ത് മാറില്ല. നമ്മളിത് കമ്പൈൽ ചെയ്യണ സമയത്ത് കമ്പൈൽ ചെയ്തിട്ടാണ് റൺ ചെയ്യിക്കാൻ. എന്ത് മാറ്റം വരുത്തിയാലും അതൊന്നുകൂടി കമ്പൈൽ ചെയ്യിക്കണം. അപ്പോൾ ഡീബഗ് മോഡിൽ നിന്ന് മാറണം. ഡീബഗ് മോഡിൽ നിന്ന് മാറിയിട്ട് നമ്മളിവിടെ വന്നു. ഇവിടെ നിന്ന് നമ്മൾ ഇത് കമ്പൈൽ ചെയ്തിട്ട് വേണം ഡീബഗിൽ പോകാൻ. ഡീബഗിലിട്ട് നമ്മൾ എന്ത് എഡിറ്റ് ചെയ്താലും അത് റെഡി ആവില്ല. അത് എപ്പോഴും നമ്മൾ ഡീബഗിൽ നിന്ന് മാറിയിട്ട് ഈ പ്രോജക്റ്റിൽ ചെന്നിട്ട് ആദ്യം തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ബിൽഡ് ചെയ്യണം. എന്നിട്ടൊന്നുകൂടി പോകണം. എന്നിട്ട് ഇവിടെ ഓൾറെഡി വന്നിട്ടുണ്ട് 4100X. അതിൽ നമ്മൾ കൊടുക്കുക, എന്ത് കൊടുക്കണം, 2F എന്ന് കൊടുക്കുക. എന്നിട്ട് റീസെറ്റ് ചെയ്യുക, റൺ ചെയ്യുക. വന്നു, A108 വന്നു, A108 റിസൾട്ട് വന്നു. അപ്പോൾ സ്ക്വയർ കിട്ടി, 2Fൻ്റെ സ്ക്വയർ കിട്ടി. ഇത് ക്ലോസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് റീസെറ്റ് ചെയ്തിട്ട് ഒരു സ്റ്റെപ്പായിട്ടും ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിത് ആദ്യം ക്ലിയർ ചെയ്യണം, അല്ലെങ്കിൽ നമുക്ക് അറിയാൻ പറ്റില്ല. ഡാറ്റാസ് ആദ്യം തന്നെ മെമ്മറിയിൽ നിന്ന് ക്ലിയർ ചെയ്യുക, 00 കൊടുത്ത് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ വേറെ നമ്പർ ഒന്നും കൊടുത്തു നോക്കാം. FF കൊടുക്കുക, FFൻ്റെ മൾട്ടിപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ എന്നിട്ട് നമ്മൾ റീസെറ്റ് ചെയ്യുക. ഇതുണ്ടോ, ഇവിടെ ഒരു സംഭവമുണ്ട്, സ്റ്റെപ്പുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് റൺ ചെയ്യിക്കുക. ആദ്യത്തെ സ്റ്റെപ്പ് റൺ ചെയ്യുക. അപ്പോൾ എന്ത് സംഭവിച്ചു, DPTR 4100 വന്നു. കേട്ടോ, ഈ 4100 ലൊക്കേഷൻ ഡാറ്റ പോയിൻ്റർ പോയിൻ്റ് ചെയ്തു. അടുത്ത സ്റ്റെപ്പിൽ ഈ DPTRൽ ഉള്ള സംഗതി എയിലേക്ക് വന്നു. അതായത് DPTRൽ നമ്മൾ 4100 ആയിരുന്നു, അത് FF അല്ലായിരുന്നേ. FF A അക്യുമുലേറ്ററിലേക്ക് വന്നു, ഉണ്ട് അവിടെ കാണുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അടുത്ത സ്റ്റെപ്പ് ചെയ്യാണ്. അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയിലുള്ളത് ബിയിലേക്ക് മാറ്റി. അപ്പോൾ B രജിസ്റ്ററിലേക്കും സെയിം B രജിസ്റ്റർ കാണുന്നത് FF വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ AB മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിയുമ്പോൾ 01 എയിലും FE ബിയിലും വന്നു. അതിപ്പോൾ നമ്മൾ ഡിസ്പ്ലേ ചെയ്യാൻ പറഞ്ഞിട്ടില്ല, അടുത്ത സ്റ്റെപ്പിലാണ് ഡിസ്പ്ലേ ആവുള്ളൂ, നമ്മുടെ ഇവിടെ വരുള്ളൂ. ഇപ്പോൾ ഓൾറെഡി രജിസ്റ്റർ എയിലും ബിയിലും വന്നു, മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത ആൻസർ വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DPTR ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തു. അപ്പോൾ DPTR 4101 ഇനി അടുത്ത സ്റ്റെപ്പ് നോക്കാം. ഇനി എന്തായിരുന്നു, DPTR എയിലുള്ളത് DPTRലേക്ക് മാറ്റി. അല്ല, എയിലുള്ളത് ഏത് അക്യുമുലേറ്ററിൽ 01 ഉണ്ടായിരുന്നല്ലോ, ആ 01 DPTR എത്രയായിരുന്നു ആ ലൊക്കേഷനിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ 01 വന്നു. അക്യുമുലേറ്ററിൽ 01 ആയിരുന്നു. അത് DPTR എന്ന് പറഞ്ഞത് 4101 4101 മാറ്റിയിട്ടുണ്ട്. 4101 പോയിൻ്റ് ചെയ്യണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ബിയിലുള്ളത് എയിലേക്ക് മാറ്റി. അപ്പോൾ ബിയിലുള്ളത് എയിലേക്ക് മാറ്റി. അപ്പോൾ രണ്ടും FE ആയി, രണ്ടും FE സെയിമായി. ഇനി DPTR ഒന്നുകൂടി ഇൻക്രിമെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എയിലുള്ളത് DPTRലേക്ക്, FE എന്നുള്ളത് DPTRലേക്ക് മാറ്റി.
ഒന്നുകൂടി ഇൻക്രിമെൻ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇവിടെ വന്നു FE01. അങ്ങനെയാണ് ഇത് പ്രോഗ്രാം. ഇനി ഇത് ഹോൾട്ടിൽ വരും. ഈ ലൂപ്പിൽ നിന്ന് എക്സിക്യൂട്ട് ആവില്ല. എത്ര തവണ എക്സിക്യൂട്ട് ചെയ്താലും ആ ലൂപ്പിൽ നിന്ന് നമുക്ക് പുറത്തെടുക്കാൻ പറ്റില്ല. ഇവിടെ നിന്നിട്ട് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഈ പ്രോഗ്രാം റൺ ചെയ്യണത്. എത്രേ ഉള്ളൂ.